ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ. വിനിക്കുട്ടന് സ്കൂളില്ല, അതുകൊണ്ട് തന്നെ കാലത്തെ ആ തിരക്ക് പിടിച്ച ജോലികളൊന്നുമില്ല കേട്ടോ. അപ്പൊ സാധാരണ പോലെ തന്നെ എഴുന്നേറ്റു പതിയെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറച്ചു നേരം എക്സസൈസ് ഒക്കെ ചെയ്തു, അങ്ങനെയാണ് അടുക്കളയിലേക്ക് വന്നത്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? രാവിലെ തന്നെ നൂൽപുട്ടിന് കുഴച്ചു വെച്ചു, കടല അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നല്ലോ, മഴയായതുകൊണ്ട് വിറകൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വിറകും ചകിരിയും ഒക്കെ രാവിലെയാണ് കേട്ടോ എടുത്തത്, മഴ കുറഞ്ഞ സമയത്ത്. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, നൂൽപുട്ട് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, തിരക്കില്ല, വളരെ സാവധാനത്തിലാണ് ചെയ്യുന്നത്. മോഹനേട്ടൻ പോകുമ്പോഴേക്കല്ലേ ഫുഡ് ആവുണ്ടോ, തിരക്കില്ല, ചോറ് ഉച്ചത്തേക്കും മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാവിലെ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ കുറച്ചു നേരം ചുക്കുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുക്കുവെള്ളം ഞാൻ ഏകദേശം ചൂടായപ്പോ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ച ശേഷം ഇവിടെ നൂൽപുട്ടിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നൂൽപുട്ട് സേവകനാഴിയിലിട്ടിട്ട് എന്താ പറയാ, നൂൽപുട്ട് പീച്ചെടുക്കുക എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാ. നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇത് പുതിയതാണ് കേട്ടോ എന്റെ സേവകനാഴി, അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉറപ്പുള്ള മാതിരി കേട്ടോ, സ്പീഡിൽ കിട്ടുന്നേ ഇല്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നിപ്പോ റെഡ് അലേർട്ടാന്ന് പറഞ്ഞിട്ട് രാവിലെ വലിയ മഴയൊന്നും കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചത്. അപ്പൊ 2 ദിവസമായിട്ട് ഇപ്പൊ വളരെ റിലാക്സ് ആയിട്ടാണ് കേട്ടോ. മറ്റേത് രാവിലെ ഒരു 4:45 തുടങ്ങിയിട്ട് 7:30 ആകുമ്പോഴേക്ക് പടഞ്ഞ് ചെയ്യുന്ന കുറേ ദിവസങ്ങളായി. ഇപ്പൊ സ്കൂള് തുറന്ന മുതൽ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ എന്തായാലും ആ ഒരു ഇത് ഇല്ല. ഈ 2 ദിവസമായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു തിരക്കില്ലാത്ത ഒരു ദിവസം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ നൂൽപുട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടോ. ഞാൻ ഇന്ന് വിചാരിച്ചത് എല്ലാം അടുപ്പ് തന്നെ വെക്കണം എന്നായിരുന്നു എന്റെ ചിന്ത കേട്ടോ. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഞാൻ അടുപ്പിൽ വെച്ചില്ല, അത് നൂൽപുട്ടും ചുക്കുവെള്ളവും മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും വെച്ചില്ല. അപ്പോഴേക്ക് നമ്മളെ കടലക്കറി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ, കടല തന്നെ ചെറുതായിട്ട് അരച്ച് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണേ. അപ്പോഴേക്ക് വറവിടുമ്പോ വിനിക്കൂട്ടൻ എന്തോ സംസാരിച്ചപ്പോഴും കുറച്ചൊന്ന് ഇതായിപ്പോയിട്ടോ. പിന്നെ ഞാൻ അത് എന്ത് ചെയ്തു, വറുത്തിട്ടു. അപ്പം കടലക്കറിക്ക് വറവ് ഇട്ടു കേട്ടോ, കടുകും മുളകും ഒക്കെ കൂടിയാണ് വറവിട്ടത്. അപ്പോഴേക്ക് ആദ്യത്തെ ട്രിപ്പ് എന്തായി, നമ്മുടെ നൂൽപുട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നാണെങ്കിൽ കറണ്ട് ഇല്ല, ഞങ്ങൾ ഒരു ലൈന് മാത്രം കറണ്ട് പോയി. അപ്പൊക്ക് വിനിക്കോട്ടൻ എണീറ്റ് വന്നപ്പോ മോഹനേട്ടൻ അവിടുന്ന് പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തോടൊക്കെ കൊണ്ട് കളയാൻ പറഞ്ഞതാട്ടോ. അപ്പൊ അവൻ അത് കളയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും പോയി. പിന്നെ ഞാൻ അടുത്ത ട്രിപ്പും കൂടെ നൂൽപുട്ട് അടുപ്പിലേക്ക് വെച്ച ശേഷം ഞാൻ എന്ത് ചെയ്യാ, വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അതിന്റെ ഇടയിലൊക്കെ ചെയ്യാനുള്ള, അപ്പൊ അതും കൂടെ അടുപ്പത്തേക്ക് വെച്ച് ഞാൻ കുളിക്കാൻ പോയിട്ടോ. കുളിച്ച് വന്നു. അപ്പൊ ആ നൂൽപുട്ട് ആവുന്ന സമയം കൊണ്ട് ഞാൻ കുളിച്ചു വന്നു. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു ഇരുട്. മറ്റേ ഭാഗത്തെല്ലാം ഇൻവെർട്ടർ ഉണ്ട്, ഈ ഒരു ഭാഗത്തേക്ക് ഇൻവെർട്ടറിന് എത്തില്ല, അതുകൊണ്ട് ഈ ഭാഗത്ത് കറണ്ട് ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ മോഹനേട്ടനോ മോനോ ആർക്കെങ്കിലും കുളിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം വെച്ചു, കാരണം ഭയങ്കര തണുപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ നിറച്ച് വെള്ളം വെച്ചിട്ടോ, ആർക്കെങ്കിലും മേല് കഴുകണമെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട്. പിന്നെ വിനുക്കുട്ടനെ ഞാൻ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ അവന്റെ സ്റ്റഡി ടേബിൾ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറെ ദിവസം എന്നും ഞാനാണ് വൃത്തിയാക്കല്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ തന്നെ വൃത്തിയാക്കി വെക്കുക. അപ്പൊ അവൻ തന്നെ വൃത്തിയാക്കുമെന്നാണ്, അവനത് പിന്നെ വലിച്ചു വാരിയിടാൻ തോന്നില്ല. നമ്മൾ ചെയ്യുമ്പോൾ അവൻ എന്താ വെച്ചാൽ അതിന്റെ ആ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ. അപ്പൊ സ്വയം എന്ത് ചെയ്യണം, ചെയ്യുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക. അപ്പൊ അവനോട് തന്നെ ഞാൻ പറഞ്ഞു, നീ കറക്റ്റ് ആയിട്ട് ആ നിന്റെ സ്റ്റഡി ടേബിൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പൊ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊക്ക് ഞാൻ എന്ത് അടുക്കളയിലേക്ക് വന്നിട്ട് നൂൽപുട്ട്, അപ്പൊ അതവിടെ പറ്റി പിടിച്ചു കേട്ടോ. ആദ്യത്തേതൊക്കെ വേഗം കിട്ടുന്നുണ്ടായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേക്കും അവിടെ അത് പറ്റി പിടിച്ച പോലെയായിട്ടോ നൂൽപുട്ട്. അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, ഒരു തട്ട് ഫുള്ളും പിന്നെ ഒരു ഇത്തിരിയും കൂടെ. അതെന്ന് വെച്ചാൽ അച്ഛനും മോനും മാത്രമാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ രാവിലെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് റെഡിയാക്കാണ് കേട്ടോ. നൂൽപുട്ടായി, കടലക്കറിയായി, എനിക്കുള്ള ദോശയും ഉണ്ടാക്കാണ് കേട്ടോ. ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണ്. ഉച്ചത്തേക്കും കൂടെ ഞാനിവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോറുണ്ണുന്നില്ല എന്ന് വിചാരിച്ചു, അപ്പൊ അതുകൊണ്ട് തന്നെ ഉച്ചത്തേക്കും കൂടെ ഉള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗോതമ്പ് ദോശയ്ക്ക് കടലക്കറി ഉണ്ടല്ലോ, അത് മതിയല്ലോ, പിന്നെ വേറെ കറികളൊന്നും വേണ്ടല്ലോ. എനിക്കിപ്പോ അത്ര വല്ല, പണ്ടൊക്കെ നൂൽപുട്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നേ, പക്ഷെ നൂൽപുട്ട് എനിക്ക് കടലക്കറി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ പാനകം പോലെ മധുരമുള്ളതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നൂൽപുട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അല്ലാതെ കടലക്കറി എന്താണെന്നറിയില്ല, കടലക്കറിനോട് എനിക്കിപ്പോ ഇഷ്ടം കുറഞ്ഞു. ഡെയിലി വിനുക്കുട്ടൻ ഇഷ്ടമാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടാണെന്ന് തോന്നുന്നു കടലക്കറി അത്ര ഒരു ഇഷ്ടമല്ലാതായത് എനിക്കിപ്പോ. അങ്ങനെ ഞാൻ 4 ദോശ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. 2 എനിക്ക് രാവിലത്തേക്കും 2 ഉച്ചത്തേക്കും കേട്ടോ.
അപ്പോഴേക്ക് ഞാൻ അത് ഉണ്ടാക്കി വരുമ്പോഴേക്ക് മിൻകുട്ടൻ്റെ സ്റ്റഡി ടേബിൾ നല്ല നല്ല അടിപൊളിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഇപ്പൊ മോനേട്ടൻ കുളിച്ചു വരുന്നവരെ ടൈം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, അത്രയും നേരത്തേക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അതും കഴിഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ഇപ്പം അത്രേ സമയമായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ സാധാ കഴിക്കുന്ന സമയമായിട്ടേ ഉള്ളൂ. നമ്മളെ പെടഞ്ഞ് ചെയ്യണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയും റിലാക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. തിരക്ക് കൂട്ടാണ്ട് പതുക്കെ പതുക്കെ ചെയ്യുക. അപ്പൊ തേച്ച് കഴിഞ്ഞ പാത്രങ്ങളൊക്കെ പിന്നെ എല്ലാം കഴുകിയെടുക്കുകയാണ്. അപ്പൊ ഇതാ വിനിക്കുട്ടനാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. അവന്റെ പണി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ എടുത്തു തന്നു. പിന്നെ അവന് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ അവന് നൂൽപുട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് ശരിക്കും ഇവൻ നൂൽപുട്ട് തന്നെ കഴിക്കും കേട്ടോ. നൂൽപുട്ടാണെങ്കിൽ അവന് ഉച്ചയ്ക്കും അത് തന്നെ, രാവിലെ അത് തന്നെ, രാത്രി അത് തന്നെ, അങ്ങനെ തന്നെ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് മോനേട്ടനും എടുത്തു കൊടുത്തു. അതിനുശേഷം എനിക്ക് 2 ദോശയാണ് കേട്ടോ ഞാൻ എടുക്കുന്ന. 2 ദോശ ഉച്ചത്തേക്കും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ തട്ടിൽ തന്നെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ കടലക്കറിയും കൂടെ ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഹാളിൽ പോയിരുന്ന് കഴിക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്. TV-യിൽ ഞങ്ങൾ കാണുക എന്താ വെച്ചാല് അഭിജിത്ത് ഭക്തന്റെ ട്രെയിൻ യാത്രകളാണ് കേട്ടോ. കണ്ടുകൊണ്ട് ഞങ്ങൾ 3 ആളും കൂടെ അത് കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന് മോഹനേട്ടൻ പോയിട്ടോ. മോഹനേട്ടൻ പോയി വന്ന് പിന്നെ അതിനുശേഷം ഞാൻ അരി കഴുകി അടുപ്പത്തിട്ട്. ഞാൻ പറഞ്ഞില്ലേ ആ അടുപ്പിൽ വെക്കണം തന്നെ കേട്ടോ വിചാരിച്ചത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ആ അടുപ്പിൽ വെക്കണ്ട, ചിലപ്പോൾ നമുക്കൊരു മടി വരില്ലേ. അപ്പൊ ഇന്ന് മൊത്തം ഒരു റിലാക്സ് ആകുമ്പോൾ മടിയും വരും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വേണ്ട, അടുപ്പ് തന്നെ വേണ്ട, ഗ്യാസിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്യാസിലേക്ക് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറുപയറും മത്തനും കൂടിയാണ് ഒരു കൂട്ടാൻ വെക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറുപയറും കഴുകി കുക്കറിലേക്ക് ഇടാണ് കേട്ടോ. മത്തൻ പിന്നെ നമുക്ക് ഇതിൽ എന്താ പറയുക ചട്ടിയിലിട്ട് വേവിക്കാലോ അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുക്കർ അത് പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് ഞാൻ ചെറുപയർ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ വെക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മളെ ചുക്കുവെള്ളം നല്ലോണം തിളച്ചു വന്നു കേട്ടോ. അപ്പം ആ ചുക്കുവെള്ളം തിളച്ചു വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളെ ചുക്കുവെള്ളം മരുന്നൊക്കെ ഇട്ട് അത് അടച്ച് അവിടെ വെച്ചു. അപ്പൊ ആ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അരി വെന്തല്ല, അരി നല്ലോണം തിളച്ചു. അപ്പോഴേക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചു. കുക്കറിൽ നമ്മുടെ എന്താണ് പറയാ ചെറുപയർ വെന്തു, അത് മാറ്റി വെച്ചു. ആ ചട്ടിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, മത്തൻ ഇടാണ്. കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, അത് അവിടെ വെച്ചു കേട്ടോ. അതിന് ഉപ്പേരി കൊത്തവരയോണ്ടാണ് കേട്ടോ ഉപ്പേരി. കൊത്തമര എന്ന് പറയാല്ലേ നിങ്ങൾ. കൊത്തമര ആർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ കൊത്തമര. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കൊത്തമര. ഉള്ളി ഒക്കെ ഇട്ടിട്ടേ നല്ല ടേസ്റ്റ് ആട്ടോ കൊത്തമര. പിന്നെ അപ്പയ്ക്ക് കറിയിൽ ഞാൻ ആ ചെറുപയറും കൂടെ അതിലേക്ക് ഇട്ടു. അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് രണ്ടും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ അടച്ചു വെച്ചു. അപ്പൊ പിന്നെ വീൻകൂട്ടൻ അവിടെ ഇന്ന് ഹിന്ദി പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ വെറുതെ പോയി നോക്കി നിന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം പോയി നോക്കി, അവൻ ഇങ്ങനെ പഠിക്കുന്നതൊക്കെ നോക്കി നിന്ന് കുറച്ചു നേരം അവന്റെ അടുത്ത് പോയി ഇരുന്നു കേട്ടോ. വൈകുന്നേരം കളിക്കാൻ വിടണം അവനെ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പഠിപ്പ്. മഴയില്ലെങ്കിൽ കളിക്കാൻ വിടണം എന്നാണ് പറഞ്ഞത്. കുറച്ചു നേരം അവിടെ നിന്നപ്പോഴേക്കും നമ്മളെ കൂട്ടാനൊക്കെ എന്തായി, അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്തു, കുറച്ച് തേങ്ങ അരച്ച് കലക്കി, വെറും തേങ്ങ മാത്രം കേട്ടോ അരച്ച് അതും കലക്കി. കുറച്ച് കരുവേപ്പില ഇട്ടു. കരുവേപ്പില ഞാൻ എൻ്റെ കരുവേപ്പ് മരത്തുനിന്ന് ഒരു ചെറുതായിട്ടൊന്ന് കരുവേപ്പൻ തൈയുണ്ട്, അതിൽ നിന്നൊന്ന് നുള്ളിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതും റെഡിയായി. അങ്ങനെ ഉപ്പേരിക്കും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടു. അപ്പൊ ആ ഉപ്പേരി അവിടെ റെഡിയായി. അപ്പൊ എന്താണ്, നമ്മുടെ ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിന്റെ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണ്, ഇനി തുടയ്ക്കാനുണ്ട് കേട്ടോ. ഞാൻ അലക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മഴേന്റെ ഇതിനനുസരിച്ചിട്ട് അലക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ്. അപ്പൊ നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അരി വാർക്കാനായി. അരി വെന്തുട്ടോ. വേഗം ഒന്ന് അരിയ പൊന്നി അരി. അപ്പം അത് അരി വാർത്ത് അവിടെ വെച്ചു കേട്ടോ. അരിയും വാർത്ത് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അടിച്ചു വാരൽ കഴിഞ്ഞിരുന്നു. തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തുടയ്ക്കുകയാണ്. എല്ലാം ഭാഗമൊക്കെ തുടയ്ക്കുന്നുണ്ട്. തുടച്ചു കഴിയുന്നുണ്ട്. ഇനി വിനുക്കുട്ടനോടൊന്ന് കുളിക്കണം. അവന്റെ തലയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേപ്പിച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ വിനുക്കുട്ടനെ വിളിക്കാം കേട്ടോ. ഇത് കണ്ട വീണു അവൻ. എപ്പോഴും ഉള്ളതാ, പണ്ട് മുതലേ ഉള്ള ഒരു സ്വഭാവമാണ്. ചെറുപ്പത്തിലേ അതെ കേട്ടോ. ഞാൻ തുടയ്ക്കുമ്പോ വിനുക്കുട്ടാ വാ എന്ന് പറഞ്ഞാൽ ഞാൻ പറയൂ കേട്ടോ, തുടയ്ക്കുകയാണ് ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ കേൾക്കില്ല. അവിടെ വന്ന് പടയെന്ന് പറഞ്ഞിട്ട് ഒറ്റ വീഴ്ച. കണ്ട മേലെ തലയിലൊന്നും എണ്ണയൊക്കെ സമ്മതിക്കില്ല. ഇപ്പൊ ഒറ്റയ്ക്കുള്ള കുളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ ഞാൻ പിടിച്ചു വെച്ച് കുറച്ച് കൈമലും കാൽമലും ഒക്കെ എണ്ണയൊക്കെ ഒന്ന് തേച്ചു കൊടുത്തു കേട്ടോ. ഓടും ഇവൻ, പണ്ടേയുള്ള സ്വഭാവമാണ് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്ന് അലക്കാൻ ഇട്ടു കേട്ടോ. അലക്കാൻ ഞാൻ കല്ലുമ്മൽ അലക്കണം എന്ന് വിചാരിച്ചപ്പോഴേക്ക് മഴ വന്നു. പിന്നെ അതും മടിയായി. പിന്നെ അത് ഞാൻ മിഷനിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ വിൻകുട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അവൻ കുളിച്ച് വരുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സബർജിൽ കട്ട് ചെയ്യാണ് കേട്ടോ.
അപ്പൊ അത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിന് ഇരിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ. എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ട് വിൻകുട്ടൻ അത് തുന്നിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ അത് കുളിച്ചു വന്ന് അവൻ തുന്നുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഹൈപ്പും കമന്റും സബും ഒക്കെ ചെയ്ത് കൂട്ടാക്കണേ. അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സി യു.